വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ, ഒരു പെൺകുട്ടിയുടെ ജന്മദിനത്തോടുള്ള ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ബിനു ഫിലിപ്പ് തൻ്റെ ഫാദർ നേഹ എൽസ ബിനുവിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നേഹയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവളുടെ ആരോഗ്യത്തിനായി, അവളുടെ സ്റ്റഡീസിനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, കൂടെ കൂടെ വരുന്ന പനി യേശുവിൻ്റെ നാമത്തിൽ ഇതോടെ മാറിപ്പോകട്ടെ. ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ആ കുഞ്ഞിൻ്റെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല വിദ്യാഭ്യാസവും അപ്പോൾ തന്നെ അഭിഷേകത്തിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ കുഞ്ഞ് വളർന്ന് യേശുവിന് പ്രയോജനപ്പെടട്ടെ. വലിയ കർത്താവെ, ബിനു ഫിലിപ്പിനായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഉയർന്നൊരു ജോലി, പ്രമോഷൻ എത്രത്തോളം ഉയർത്താം അത്രത്തോളം കർത്താവ് ഉയർത്തുമാറാകണമേ. തൻ്റെ പിതാവ് PV ഫിലിപ്പിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തികമായ മേഖലകളിലും വലിയൊരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ തൻ്റെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പൊന്നമ്മ ഫിലിപ്പിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആസ്മ രോഗം പൂർണ്ണമായി മാറിപ്പോകട്ടെ. ബന്ധപ്പെട്ട സകലത്തെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഫോളോ മീ. യേശു പറഞ്ഞ പവർഫുൾ ആയ 2 വാക്കുകളാണ്. എന്നെ അനുഗമിക്കുക. ആ വാക്കിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ബ്ലെസ്സിങ് സെൻറ്ററിൽ കഴിഞ്ഞൊരു ദിവസം, ഒരു ഞായറാഴ്ച നൽകപ്പെട്ട വളരെ പവർഫുള്ളായ ഒരു അഭിഷേകം ചെയ്യപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന്, നാളെ, അടുത്ത മൺഡേയും 3 ദിവസങ്ങളിലായി ഇതിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ഇതിനിടയിൽ ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്ത് പോകരുത്. ലെറ്റ്സ് ഗോ ടു ടുഡേയ്സ് മെസ്സേജ്. Revelations 14 and verse number 4. വെളിപ്പാട് 14 4 വചനം. They follow the Lamb wherever he goes. They were purchased from among men and offered as first fruits to God and the Lamb. അവർ കന്യകമാരാകയാൽ സ്ത്രീകളുമായി മാലിന്യപ്പെടാത്തവർ ആയിരുന്നു. അടുത്തത്, കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവർ അവിടുത്തെ അനുഗമിക്കുന്നു. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി അവരെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. The second part says they follow the Lamb wherever he goes. അതിന്റെ രണ്ടാം ഭാഗം പറയുന്നു, കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവർ അവിടുത്തെ അനുഗമിക്കുന്നു. Why? Because they were purchased from among men and offered as first fruits to God and the Lamb. അതിന് കാരണം എന്താണ്? ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി അവരെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. Can you lift your hands and say hallelujah? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. In the book of Revelations, mainly we read about the things that is to come. വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായും വരുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. So in future eternity, all those who are following Jesus today will be following him everywhere he goes. ഇന്ന് യേശുവിനെ അനുഗമിക്കുന്നവർ വരുംകാല നിത്യതയിലും എന്തായിരിക്കും? അവർ അന്നും യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കും. Hello. If you are following Jesus today, നിങ്ങൾ ഇന്ന് യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ you will be privileged to follow him in future eternity wherever he goes. നിങ്ങൾ ഇന്ന് യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നിങ്ങൾ വരുംകാല നിത്യതയിലും യേശുവിനെ അനുഗമിക്കാൻ യോഗ്യരായി മാറും. In future, when Jesus decides to go to, let's go to Venus, that planet. ഇപ്പോൾ ഭാവിയിൽ നിങ്ങൾ ചിന്തിക്കുക, യേശു പറയാണ് നമുക്ക് ആ ഒരു ഗ്രഹത്തിലേക്ക് പോവാം. So all of us will follow him. എല്ലാവരും യേശുവിന്റെ കൂടെ പുറകെ പോകും. Let's go to moon. നമുക്ക് ചന്ദ്രനിൽ പോകാം. Then all people will be following the Lamb Jesus to the moon. എല്ലാവരും കുഞ്ഞാടായ യേശുവിനെ ഫോളോ ചെയ്ത് അവിടേക്ക് പോകും. Let's go to Neptune. നമുക്ക് നെപ്റ്റ്യൂൺ, വ്യാഴത്തിലേക്ക് പോകാം. All of us will go there. എല്ലാവരും പോകും. So if you follow Jesus today, ഇന്ന് നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ
you will be blessed, you will be allowed to follow Jesus in future eternity wherever he goes. നിങ്ങൾക്ക് ഭാവിയിലും യേശു എവിടെ പോയാലും ആ നിത്യതയിൽ അവന്റെ കൂടെ പുറകെ പോകാൻ സാധിക്കും. One day Jesus may say, യേശു പറയുമായിരിക്കാം, let's have an outing to hell today. നമുക്കിന്ന് നരകമൊന്ന് സന്ദർശിക്കാം. So all of us will go to hell. എല്ലാവരും നരകത്തിലേക്ക് പോകുന്നു. Not to experience hell, നരകം അനുഭവിച്ചറിയാനല്ല, just to have a look at it. അതൊക്കെ ഒന്ന് ചുമ്മാ കാണാൻ. At that time, ആ സമയത്ത് none of you sitting here should be there in hell. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അവിടെ നരകത്തിൽ ഉണ്ടാകരുത്. Otherwise, when the holiday team comes from heaven, you'll be there crying and being tormented. അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ആ വിനോദയാത്രാ സംഘം വരുമ്പോൾ നിങ്ങൾ നരകത്തിൽ കയ്യും കാലിട്ടടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കരുത്. So you should be found with Jesus when he goes, wherever he goes, you should follow him. പക്ഷേ നിങ്ങൾ യേശു എവിടെ പോകുന്നു അവിടെ അവന്റെ കൂടെ സഞ്ചരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. Do you decide that? നിങ്ങൾ തീരുമാനിക്കുന്നോ? So if you want to follow the Lamb, Jesus, wherever he goes in future eternity, today you should follow him here on earth. നിങ്ങൾ വരും കാലത്ത് ഭാവിയിൽ നിങ്ങൾ യേശു എന്ന കുഞ്ഞാടിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ യേശുവിനെ അനുഗമിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. How many of you are living on earth for the first time? നിങ്ങളിൽ ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരൊന്ന് കൈപൊക്കിയേ. I think all of us are living here for the first time. നമ്മൾ എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. That's why we need someone who can guide us. അതുകൊണ്ടാണ് നമ്മളെ നയിക്കുവാൻ പറ്റിയ ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യമുള്ളത്. Hello. If you are going to Scotland for the first time, നിങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് ആദ്യമായി പോകുന്നെങ്കിൽ you should have a friend or a guide there to take you everywhere. നിങ്ങൾക്ക് അവിടെ ഒരു സുഹൃത്തോ ഒരു ഗൈഡോ അവിടെ ഉണ്ടായിരിക്കണം, നിങ്ങൾ എല്ലായിടത്തും കൊണ്ട് നടക്കുവാൻ. Because you are an alien there. കാരണം നിങ്ങൾ അവിടെ ഒരു വിദേശിയാണ്. You don't know the routes, you don't know the place, you don't know the hotels, you don't know anything. നിങ്ങൾക്ക് അവിടുത്തെ വഴി അറിയില്ല, ഹോട്ടലുകൾ അറിയില്ല, ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. You might have seen when the foreigners come here, our tourists, they will have a guide. നിങ്ങൾക്കറിയാം പല വിദേശികളും ഇവിടെ വരുമ്പോൾ അവർക്ക് ഇവിടെ ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. In the same way, അതുപോലെ തന്നെ because we are living on the planet earth for the first time, we need someone to follow. നമ്മൾ ഈ ഭൂമിയിൽ ആദ്യമായി ജീവിക്കുന്നത് കൊണ്ട്, മുൻപരിചയമില്ലാത്തത് കൊണ്ട് നമുക്ക് നയിക്കുവാൻ പറ്റിയ ഒരു വ്യക്തിയെ വേണം. Basically all of us want to follow somebody. നമുക്ക് അടിസ്ഥാനപരമായി എല്ലാവർക്കും ആരെങ്കിലും ഒന്ന് അനുഗമിക്കണം, പുറകെ പോകണം. Some youths, they want to follow film stars. ചില യുവാക്കന്മാർക്ക് ഫിലിം സ്റ്റാർസ്, സിനിമാ താരങ്ങളെ പോലെ ആകണം. So they will try to copy them. അതുപോലെ ആകാൻ അവർ ശ്രമിക്കുന്നു. Mustache like them, മീശയും അതെല്ലാം അതുപോലെ വടിക്കും, hairstyle like them, മുടി അതുപോലെ വെട്ടും, shirt like them, അതുപോലത്തെ ഷർട്ട് ധരിക്കും, and style like them. അതുപോലെ നല്ല സ്റ്റൈലിൽ നടക്കും. Some people, they want to follow cricket stars. ചില ആൾക്കാർക്ക് ക്രിക്കറ്റ് സ്റ്റാർസിനെ ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. So they will always do like this. അവരെപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കും. I want to become Dhoni. എനിക്ക് ധോനിയെ പോലെ ആകണം. So all of us, we want to follow someone. നമുക്ക് ആരെങ്കിലുമൊക്കെ അനുഗമിക്കാനാണ് ഇഷ്ടം. But let me tell you one thing. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, The best leader to follow is Jesus. അനുഗമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ലീഡർ അത് യേശു തന്നെയാണ്. Because കാരണം he is not only the best, but he is the perfect. അവൻ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് മാത്രമല്ല, അവനാണ് പൂർണ്ണനായ വ്യക്തി. He is the best and perfect hero in the history. അവനാണ് ചരിത്രത്തിലെ ഏറ്റവും പൂർണ്ണനായതും ഏറ്റവും ഉത്തമനുമായ വ്യക്തി. If you want to follow someone, I can show you someone, and that is Jesus Christ. നിങ്ങൾക്ക് ആരെങ്കിലും അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു തരാം. അവന്റെ പേരാണ് യേശു ക്രിസ്തു.
John chapter 8 and verse number 12 says, യോഹന്നാൻ 8:12 വാക്യം പറയുന്നു, I am the light of the world. ഞാൻ ലോകത്തിന്റെ And വെളിച്ചമാകുന്നു. whoever follows me will never walk in darkness, but will have the light of life. ആരൊക്കെ എന്നെ അനുഗമിക്കുന്നു അവൻ ഇരുട്ടിൽ ഇനി മുതൽ നടക്കുകയില്ല, അവന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകും. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. So Jesus asks us to follow him. കർത്താവ് യേശു അവനെ അനുഗമിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. This is one of the most important declarations of Jesus. ഇത് യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയിൽ ഒന്നാണ്. Jesus said, I am the bread of life. യേശു പറഞ്ഞു, ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. Jesus said, I am the way, the truth and the life. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. Jesus said, I am the life and resurrection. ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. Jesus said, I am the true wine. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. And in the same way Jesus said, I am the light of the world. അതുപോലെ തന്നെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. Hallelujah. ഹല്ലേലൂയ. And when he says, I am the light of the world, അവൻ എപ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞുവോ, he means that his light can shine, his light can guide whole people in all the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവനിലുള്ള വെളിച്ചം, താനാകുന്ന വെളിച്ചം ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. Hallelujah. ഹല്ലേലൂയ. We know in the night we don't have sun shining above us. നമുക്കറിയാം, രാത്രിയിൽ നമ്മുടെ തലമണ്ടയുടെ മുകളിൽ സൂര്യനില്ല. So what do we do? സൂര്യൻ പ്രകാശിക്കുന്നില്ല. What do we do? നമ്മൾ എന്ത് ചെയ്യും? We light up a lot of lamps. നമ്മൾ ഒത്തിരി വിളക്കുകൾ കത്തിക്കണം, ബൾബുകൾ ഓൺ If ചെയ്യണം. you go to a house, നമ്മൾ ഒരു വീട്ടിൽ പോകുമ്പോൾ, in the night, രാത്രിയിൽ പോകുമ്പോൾ, in every room, എല്ലാ മുറിയിലും 1 or 2 lamps will be there. ഒന്നോ രണ്ടോ വിളക്കുകൾ, ബൾബുകൾ ഉണ്ടാകും. Everywhere we have to light up a lot of bulbs. ഒത്തിരി ലൈറ്റുകളും ബൾബുകളും എല്ലായിടത്തും So ഉണ്ടാകും. in the absence of sun, സൂര്യൻ ഇല്ലാത്തപ്പോൾ we must light up billions and billions and billions of lights everywhere. കോടിക്കണക്കിന് ബൾബുകളും പ്രകാശം നൽകുന്ന സാധനങ്ങൾ എല്ലാം നമ്മൾ നിരത്തേണ്ടി വരും. Still we cannot take away all the darkness of the night. എന്നാൽ അപ്പോഴും രാത്രിയുടെ ഇരുട്ടിനെ എടുത്തു മാറ്റുവാൻ നമുക്ക് കഴിയുകയില്ല. If you have street lights this way, ഈ ഒരു വഴിയിൽ തെരുവ് വിളക്കുകൾ ഉണ്ടെങ്കിൽ you can walk or drive that way. ആ വഴിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. But there are no street lights on this way. ഇങ്ങോട്ട് കിടക്കുന്ന വഴിയിൽ ഒരു തെരുവ് വിളക്കും ഇല്ലെങ്കിൽ Full of darkness. നിങ്ങൾ ഇരുട്ടിലായി പോകും. So in the absence of one single sun, we need billions and billions of billions of lights. ഒരു ഒറ്റ സൂര്യൻ ഇല്ലാത്തത് മൂലം നമ്മൾ കോടിക്കണക്കിന് ബൾബുകളും എല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Jesus says, യേശു പറയുന്നു, you may have little lamps and lights everywhere, നിങ്ങൾക്ക് എല്ലായിടത്തും കൊച്ചു കൊച്ചു പ്രകാശങ്ങൾ ഉണ്ടായിരിക്കാം. but I am പക്ഷെ ഞാൻ not a street light. ഞാൻ ഒരു തെരുവ് വിളക്കല്ല. I am not a small light. ഞാൻ ഒരു ചെറിയ പ്രകാശമല്ല. I am the light of the world. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. People of all world, all community, all nationality can follow me because I give light to the whole world. ഈ ലോകത്തിലെ എല്ലാ ഭാഷക്കാരും, എല്ലാ ജാതികൾക്കും, എല്ലാ തരക്കാർക്കും അനുഗമിക്കാൻ പറ്റിയ, എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന വലിയൊരു ജ്യോതിസാണ് യേശു. Hallelujah. ഹല്ലേലൂയ. How many of you are proud to follow this light? എത്ര പേർക്ക് ഈ പ്രകാശത്തെ അനുഗമിക്കാൻ അഭിമാനമുണ്ട്? He is not giving light to a village. ഒരു ഗ്രാമത്തിലേക്ക് മാത്രമല്ല അവൻ He is not പ്രകാശം giving light കൊടുക്കുന്നത്. to one church. ഒരു സഭയിലേക്ക് മാത്രമല്ല പ്രകാശം He is not കൊടുക്കുന്നത്. giving light to one nation. ഒരു രാജ്യത്തിലേക്ക് മാത്രമല്ല യേശു He പ്രകാശം says, കൊടുക്കുന്നത്. I am the light of the whole world. യേശു പറഞ്ഞു, ഞാൻ മുഴു ലോകത്തിന്റെയും പ്രകാശമാണ്. Hallelujah. ഹല്ലേലൂയ. Now, ശ്രദ്ധിക്കുക. Jesus said that he is the light of the world in John chapter 8. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. When you step into chapter 9, നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് കാലെടുത്ത് he വയ്ക്കുമ്പോൾ opened a blind man's eye. അവൻ ഒരു കുരുടനായ വ്യക്തിയുടെ കണ്ണ് തുറന്നു. Whatever I am statement he declared, he proved it. അവൻ എന്തൊക്കെ പ്രസ്താവിച്ചോ അവൻ അത് തെളിയിക്കുകയും ചെയ്തു. John chapter 6. യോഹന്നാൻ 6-ാം അധ്യായം. Jesus said, യേശു പറഞ്ഞു, Jesus multiplied bread and fish. യേശു അപ്പവും മീനും വർദ്ധിപ്പിച്ചു. They all ate bread and fish. അവർ എല്ലാവരും അപ്പവും മീനും ഭക്ഷിച്ചു. They had their fill. അവരുടെ വയറ് നിറഞ്ഞു.
When they were full, അവർ നിറഞ്ഞു തൃപ്തരായിരുന്നപ്പോൾ Jesus said, യേശു പറഞ്ഞു, I am the bread of life. ഞാനാണ് ജീവനുള്ള അപ്പം. Moses gave you manna in the wilderness. മോശ നിങ്ങൾക്ക് മരുഭൂമിയിൽ മന്ന നൽകി. That's what you say. അതാണ് നിങ്ങൾ പറയുന്നത്. But it was not Moses who gave the bread. പക്ഷേ മോശയല്ല ആ മന്ന നൽകിയത്. It was my Father. എന്റെ സ്വർഗീയ പിതാവാണ് അത് നൽകിയത്. In the same way, അതുപോലെ തന്നെ I am the bread who has come from heaven. ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. And he proved it by giving them bread and fish. അവൻ 5 അപ്പം എല്ലാ മീനും എല്ലാവർക്കും കൊടുത്തുകൊണ്ട് അത് തെളിയിക്കുകയും ചെയ്തു. Hallelujah. ഹല്ലേലൂയ. ഈ സിസ്റ്ററിന്റെ പേര് സിജി എന്നാണ്, മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിന് സിറിങ്കോ മീലിയ എന്നൊരു അസുഖമായിരുന്നു. തലച്ചോറിന്റെ അകത്ത് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന മൂലം ഭയങ്കരമായ തല മൊത്തം വേദനയായിരുന്നു. അതിനുവേണ്ടി മെഡിക്കൽ കോളേജിൽ താൻ ഓപ്പറേഷൻ വിധേയമായെങ്കിലും ഒരു കുറവും ആ വേദനയ്ക്കുണ്ടായില്ല. ഫ്ലൂയിഡ് എടുത്ത് കളഞ്ഞു, പക്ഷേ വേദന തുടർന്നും പഴയ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സ് ഇതിന് വേറെ പ്രതിവിധി ഇല്ലാത്തത് കൊണ്ട് വളരെ പവർ കൂടിയ പെയിൻ കില്ലറുകൾ തനിക്ക് കൊടുത്തോണ്ടിരുന്നു. താൻ പറയുന്നത് ആ പെയിൻ കില്ലർ കഴിച്ചു കഴിയുമ്പോൾ തല മൊത്തം മരവിക്കും, തനിക്ക് അനുഭവിക്കാം, അതുകൊണ്ട് വേദനയില്ല. മാത്രമല്ല ആ സമയത്തൊന്നും തന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല, ഒന്നും ഓർമ്മയില്ല, ഒരു വല്ലാത്ത ഓർമ്മയില്ലാത്തൊരവസ്ഥയിലിരിക്കും, അതുകൊണ്ട് വേദന അറിയത്തില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസത്തെ കോഴഞ്ചേരിയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നപ്പോൾ ഇവർ പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നു, അമ്മയും സാക്ഷിയാണ്, അതിനുശേഷം ഒരിക്കൽ പോലും ആ തലയ്ക്കുള്ള വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുള്ള ഗുളിക ഒരു പ്രാവശ്യം പോലും എടുത്തിട്ടില്ല. പിൽസ് പോലും കഴിക്കേണ്ടി വന്നിട്ടില്ല. സിസ്റ്റർ പേര് ഒന്നുകൂടി പറയാമോ? സ്ഥലം മല്ലപ്പള്ളി. എത്ര നാൾ ഇത് സഹിച്ചു? 5 വർഷം ഈ സഹോദരി സഹിച്ചു. അവസാനം കഴിഞ്ഞ കോഴഞ്ചേരി മീറ്റിംഗിൽ കർത്താവ് ഇവളോട് പറഞ്ഞു, നീ സഹിച്ചത് മതി. ഇത് നീ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരോടും കർത്താവ് അത് തന്നെയാ പറയുന്നത്. കഴിഞ്ഞ മാസം ഇവൾക്കാണ് സൗഖ്യം ലഭിച്ചതെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. കൈനീട്ടി സഹോദരി ഒന്ന് അനുഗ്രഹിച്ച്, കർത്താവേ, സിജി എന്ന ഈ സഹോദരി അനുഗ്രഹിക്കുന്നു. ഒരു മാസം വേദനയില്ലാതെ ജീവിക്കാൻ ഇവിടെ തലച്ചോറിനെ അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. പെയിൻ കില്ലറുകളിൽ നിന്നും കർത്താവെ ഇവളെ നീ വിടുവിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ജനം എല്ലാം ചേർന്ന് ഇതിന്റെ മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററെ, ഒത്തിരി ആത്മാക്കളെ നേടണം, ഒത്തിരി പേരോട് യേശുവിനെ കുറിച്ച് പറയണം. പോരാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിസ്റ്റർ കൈവച്ചാലും രോഗസൗഖ്യമാകും. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ബിനു ഫിലിപ്പിനോട് പ്രത്യേകിച്ച് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, നേഹമോൾക്ക് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരുടെ പേരിലും ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ നേഹമോൾ. നാളെ പാലക്കാട് നമ്മുടെ ആദ്യത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. സോ പാലക്കാട്, അതിന് ചുറ്റുമുള്ള ജില്ലകൾ, ദൂരെയുള്ളവർക്കെല്ലാം വന്ന് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിനുവേണ്ടി തന്നെ ദൂരെ നിന്നായാലും നിങ്ങൾ വന്നാൽ യേശു അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകിയിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. മറ്റന്നാൾ തൃശ്ശൂരിലാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതിൽ 2ലും വരാവുന്നവരെല്ലാം വന്ന് സംബന്ധിക്കുക. കർത്താവ് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും, രോഗികളെ സൗഖ്യമാക്കും. അതുപോലെ മദ്യപാനികളായി വരുന്നവർ പൂർണ്ണമായൊരു വിടുതലോടെ മടങ്ങിപ്പോകണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് ഷവേഴ്സ് ആൻഡ് ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് അപ്പോൺ യു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ പ്രോഗ്രാമിലൂടെ അങ്ങ് അനേകരോട് സംസാരിച്ചല്ലോ. അങ്ങയുടെ വചനമാണല്ലോ ഇടപെട്ടതും പുറപ്പെട്ടു ചെന്ന് വ്യക്തികളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കർത്താവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഒത്തിരി പേരെ അങ്ങ് തുടരണമേ. വലിയ മാനസാന്തരം വേണ്ടവർക്ക് മാനസാന്തരം നൽകണമേ. യേശുവിനെ അനുഗമിക്കുവാൻ ഒരു വലിയ തീരുമാനമെടുക്കുവാൻ അങ്ങ് എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു ഫാദർ. വിവിധ രോഗങ്ങൾ കർത്താവ് അങ്ങ് കൈനീട്ടി ഇപ്പോൾ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ പല സ്ഥലങ്ങളിലും പഴുപ്പ് ബാധിച്ച വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ അവർ സൗഖ്യമാകട്ടെ. ന്യൂമോണിയ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അസ്ഥികളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കഴുത്തിൻ്റെ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ വർഷവും നിങ്ങൾക്ക് ആ രോഗം വരും. അതുപോലൊരു രോഗം, പ്രത്യേകിച്ച് ഒരു സ്കിൻ ഡിസീസ് പോലെയുള്ളത് എല്ലാ വർഷവും വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാലിൻ്റെ താഴെ ഭാഗത്ത്, ആംഗിളിൻ്റെ ഭാഗത്തൊക്കെ വർഷം തോറും അതിങ്ങനെ വരികയാണ്. എന്നാൽ ഈ വർഷം അത് കർത്താവ് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് ചേർന്ന് ഒന്ന് വിശ്വസിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വർഷവും വരുന്ന രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അത് സ്കിൻ ഡിസീസ് മാത്രമല്ല, വേറെയും പല രോഗങ്ങളുണ്ട്. എവ്രി ഇയർ ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കരളിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആന്തരാവയവങ്ങൾ വലിയ വിടുതലുകൾ ഇപ്പോൾ ഈ നിമിഷം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അതുപോലെ കുറേയധികം ഫാമേഴ്സ്, കർഷകരെ കർത്താവിനെ കാണിക്കുന്നു. ഏത് നാട്ടിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃഷിയെല്ലാം വല്ലാതെയായി ഈ വർഷം. ശരിയായ രീതിയിൽ കൃഷികളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എങ്ങനെ ഇനി ഈ ജീവിതം മുന്നിലേക്ക് ഒത്തിരി കടവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉള്ള കുറേയധികം കർഷകർ, കർത്താവെ അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഈ വർഷം വിളവെടുപ്പ് ഉണ്ടായില്ലെന്നാൽ ഒന്നിനും മുട്ടില്ലാതെ അങ്ങ് നടത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തിൽ ശബത്താണ്ടിൽ വിതയില്ല, കൊയ്ത്തില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവം അത്ഭുതകരമായ ഒരു നടത്തിയതുപോലെ ആ വ്യക്തികളോട് കർത്താവ് പറയുന്നത് ഒരു കുറവുമില്ലാതെ നടത്താൻ പോകും. എന്നാൽ അടുത്ത വർഷം അതിനേക്കാൾ വലിയ നഷ്ടപരിഹാരത്തോടുകൂടിയുള്ള വിളവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കർത്താവ് വിശ്വസിച്ച് ഇത് അനുഭവിച്ചറിഞ്ഞാൽ. താങ്ക് യു ലോർഡ്. ക്യാൻസർ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ, മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്കിന്നിലെ വിവിധ രീതിയിലുള്ള പാടുകൾ മാറിപ്പോകട്ടെ. അതുപോലെ വല്ലാതെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. അതുപോലെ താരൻ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് വല്ലാതെ തല ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വർഷിപ്പ് യു ലോർഡ്. സ്കിന്നിലുള്ള ഡിസീസുകൾ മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കാൽമുട്ടിനകത്തുള്ള രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാലിൻ്റെ താഴേക്ക് ആംഗിൾ, ആ ഭാഗത്തൊക്കെ നീര് വന്ന് കാല് തിരിക്കാനോ മടക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ഉള്ള രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. ഗൗട്ട് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. സാമ്പത്തിക വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ ഉള്ളവർ കർത്താവ് ഈ വർഷം അതിൽ നിന്ന് പുറത്തു വരുന്നൊരു വർഷമായി മാറട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ പ്രോപ്പർട്ടി ഇടപാടുകളിൽ പ്രയാസപ്പെടുന്നവർ ഈ വർഷം അതിൽ നിന്ന് പുറത്തു വരുന്ന വർഷമാകട്ടെ. അപ്പോൾ തന്നെ എവിടെയോ ഏതോ ജയിലിൽ, പ്രിസന്റെ അകത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ഒരുപക്ഷെ പലവിധ കാരണങ്ങളാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട നല്ലൊരു പുതിയ ജീവിതം കർത്താവ് തരാൻ പോവുകയാണ്. പഴയതെല്ലാം മായിച്ചു കളഞ്ഞ് ഒരു പുതിയ വർഷമാണ്. പുതിയ ജീവിതം കർത്താവ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു റിലീസ്, നിങ്ങളെ വിമോചിപ്പിക്കത്തക്ക രീതിയിലൊരു സ്വഭാവ മാറ്റം. നിങ്ങളൊരു ക്രിമിനലായിരിക്കാം, ഒരാളെ കൊന്ന വ്യക്തിയായിരിക്കാം, കവർച്ച കേസിലുള്ള വ്യക്തിയായിരിക്കാം, അറിയാതെ വന്ന് പെട്ടതാകാം. ഏതായാലും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നല്ല വ്യക്തികളായി പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. വലിയ ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ ഉണ്ടാകട്ടെ. ജീവിതം യേശുവിനായി സമർപ്പിക്കുക. കർത്താവ് അത്ഭുതകരമായി ഒരു പുതിയ ജീവിതം നൽകാൻ പോവുകയാണ്. കർത്താവ് ഈ പ്രാർത്ഥനകളെല്ലാം നീ കേട്ടതിനായി നന്ദി, അനേകരെ തൊട്ടതിനായി നന്ദി. വിവാഹ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹങ്ങളെ പകരുമാറാകണമേ. അനുഗ്രഹിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്നുള്ള പ്രോഗ്രാമുകൾ കാണുക. കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നാളെ ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമാണ്. നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. Welcome back to Bible and You.
ചോദ്യം ഇതാണ്: ഏത് മഹാപുരോഹിതനെ കുറിച്ചാണ് സാത്താൻ ദൂതന്റെ മുമ്പിൽ കുറ്റം ചുമത്തിയത്? ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം. ഏത് മഹാപുരോഹിതനെ കുറിച്ചാണ് സാത്താൻ ദൂതന്റെ മുമ്പിൽ കുറ്റം ചുമത്തിയത്? ഓപ്ഷൻസ്: എ കയ്യാഫ, ബി അഹറോൻ, സി സക്കറിയ, ഡി യോശുവ. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം. ഏത് മഹാപുരോഹിതനെ കുറിച്ചാണ് സാത്താൻ ദൂതന്റെ മുമ്പിൽ കുറ്റം ചുമത്തിയത്? ഓപ്ഷൻസ്: എ കയ്യാഫ, ബി അഹറോൻ, സി സക്കറിയ, ഡി യോശുവ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരീരം അയച്ചവരിൽ നിന്ന് 5 പേർക്ക് OM ബോക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ബൈബിൾ ന്യൂയിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.